രാജാവും കുഞ്ഞിക്കിളിയും. ഒരിടത്ത് വലിയ മലകളും ഇടതൂർന്ന മരങ്ങളുമുള്ള ഒരു കാടുണ്ടായിരുന്നു. ആ കാടിന്റെ രാജാവായിരുന്നു സിംഹരാജൻ. സിംഹരാജന് നല്ല കട്ടിയുള്ള സുവർണ സടയും വലിയ ശബ്ദവും നല്ല ശക്തിയും ഉണ്ടായിരുന്നു. അദ്ദേഹം തന്റെ ശക്തിയിൽ വലിയ അഹങ്കാരിയായിരുന്നു. ഒരു ദിവസം സിംഹരാജൻ പതിവ് പോലെ പാറപ്പുറത്തിരുന്ന് ഉറങ്ങുകയായിരുന്നു. അപ്പോൾ ഒരു കുഞ്ഞിക്കിളി സിംഹരാജന്റെ ചെവിയുടെ അടുത്തുവന്ന് ചിൽ ചിൽ എന്ന് പാടാൻ തുടങ്ങി. ഗർർ! സിംഹരാജൻ ഞെട്ടിയുണർന്നു. എന്നിട്ട് ദേഷ്യത്തോടെ അലറി, "ആരാണത്? എന്റെ ഉറക്കം കളഞ്ഞതാരാണ്? നിന്നെ ഞാൻ ശിക്ഷിക്കാൻ പോവുകയാണ്." കുഞ്ഞിക്കിളി പേടിച്ചു വിറച്ചു. "രാജാവേ, ക്ഷമിക്കണം. ഞാൻ അവിടുത്തെ ചെവിയുടെ അടുത്ത് ഒരു ചെറിയ പ്രാണി വന്നിരിക്കുന്നത് കണ്ടു. അതിനെ ഓടിക്കാൻ ശ്രമിച്ചതാണ്." കിളി വിറച്ചുകൊണ്ട് പറഞ്ഞു. "എനിക്ക് നിന്റെ വിശദീകരണം കേൾക്കണ്ട. നീ എന്റെ ശാന്തത കളഞ്ഞു." സിംഹരാജൻ കിളിയെ പിടിക്കാൻ ദേഷ്യത്തിൽ ഒരൊറ്റ കുതിപ്പിന് മുന്നോട്ട് ചാടി. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ്. അദ്ദേഹം ദേഷ്യത്തിൽ കാലെടുത്തു വെച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വലിയ കാൽ ഒരു മരത്തിന്റെ വലിയ വേരിൽ ആഴത്തിൽ കുടുങ്ങിപ്പോയി. "ഔ ഔ!" വേദന കൊണ്ട് സിംഹരാജൻ നിലവിളിച്ചു. എത്ര വലിച്ചിട്ടും സിംഹരാജന് കാൽ പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. "രക്ഷിക്കണേ, എന്റെ കാൽ കുടുങ്ങിപ്പോയി!" സിംഹരാജന്റെ ഗർജനം ഇപ്പോൾ നിസ്സഹായമായ നിലവിളിയായി മാറി. അപ്പോൾ കുഞ്ഞിക്കിളി അവിടേക്ക് പറന്നുവന്നു. കിളി സിംഹരാജന്റെ അടുത്തേക്ക് വന്നു പറഞ്ഞു, "രാജാവേ, പേടിക്കണ്ട. അങ്ങെന്നെ ശിക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ഞാൻ അങ്ങയെ സഹായിക്കാം." കിളി തന്റെ കൊക്കുകൊണ്ട് സിംഹരാജന്റെ കാൽ കുടുങ്ങിയ വേരുകൾക്കിടയിലെ ചെറിയ മൺതരികളും ഉണങ്ങിയ ഇലകളും പതിയെ പതിയെ കുത്തിയെടുത്തു മാറ്റി. കിളിയുടെ കൊക്കിനു മാത്രമേ ആ ചെറിയ വിടവുകളിൽ എത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. കുറച്ചു സമയത്തിനുള്ളിൽ വേരിനു ചുറ്റുമുള്ള തടസ്സങ്ങളെല്ലാം മാറിയപ്പോൾ സിംഹരാജന് മെല്ലെ കാലിളക്കാൻ കഴിഞ്ഞു. ഹുറാ! സിംഹരാജന്റെ കാൽ സ്വതന്ത്രമായി. സിംഹരാജൻ എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം തലകുനിച്ച് വിനയത്തോടെ കിളിയെ നോക്കി. "ചങ്ങാതി, നീ എന്നെ രക്ഷിച്ചു. എന്റെ വലിയ ശക്തി നിസ്സഹായമായപ്പോൾ നിന്റെ ചെറിയ കൊക്ക് എന്റെ ജീവൻ രക്ഷിച്ചു." സിംഹരാജൻ തന്റെ അഹങ്കാരത്തിൽ പശ്ചാത്തപിച്ചു. അന്നുമുതൽ സിംഹരാജൻ തന്റെ ശക്തിയിൽ വീമ്പ് പറയാതെയായി. അദ്ദേഹം എല്ലാ മൃഗങ്ങളോടും സ്നേഹത്തോടെയും വിനയത്തോടെയും പെരുമാറി. ഏറ്റവും ചെറിയ സഹായം പോലും വലിയ ശക്തിയാണെന്നും അദ്ദേഹം പഠിച്ചു. ഈ കഥ നൽകുന്ന ഗുണപാഠം: അഹങ്കാരം ആപത്താണ്. ആരെയും ചെറുതായി കാണരുത്.